ഡിയേഴ്സ്, സോഷ്യൽ സയൻസ് പരീക്ഷയാണ് തിങ്കളാഴ്ച, അതായത് മൺഡേ. അപ്പോൾ നമുക്കറിയാം, പഠിച്ചു തുടങ്ങാത്തവരുണ്ടാവും, പഠിച്ച് തീർന്നവരുണ്ടായിരിക്കും, എല്ലാം കൂടെ ഇങ്ങനെ ഒരു എക്കാച്ചക്കയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പകുതിയായി സാർ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, മോണ്ട് എക്സാമിന് മാർക്ക് കുറവാണ്. അപ്പോൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റേസ് ചെയ്യാനുള്ളത്. ആ മക്കളെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് കേൾക്കണം, അതുപോലെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഇതുപോലുള്ള ഒരുപാട് കോണ്ടന്റ് വീഡിയോസ് വരാനുണ്ട്, നമ്മുടെ ലൈവ് മാരത്തോൺ സെഷൻസ് വരാനുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഫ്രണ്ട്സിലേക്ക് എത്തിക്കും വേണം. അപ്പം ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സീസൺസ് ആൻഡ് ടൈം ഋതുഭേദങ്ങളും സമയവും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം അത് പറയാനാണ് വന്നത്. ഇതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും മോസ്റ്റ് ഓഫ് ദി ചാപ്റ്റേഴ്സ്, അതായത് പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് കവർ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ഈ ഒരു കോണ്ടന്റ് വീഡിയോ സീരീസ് ആണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആദ്യം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ അവസാനം വരെ കാണാൻ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത്. മാത്രമല്ല, നമുക്ക് വെള്ളിയാഴ്ച രാത്രി 5 മണിക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ഓപ്ഷണൽ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്. അതുപോലെ ശനിയാഴ്ച രാത്രി കമ്പൾസറി ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് എന്തുണ്ട്, മാരത്തോൺ സെഷൻ ഉണ്ട്. എല്ലാ ലൈവുകളും തുടങ്ങുന്നത് വൈകിട്ട് 5 മണിക്കാണ്. കാരണം പെട്ടെന്ന് നമുക്ക് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കാണാനുള്ള സമയം നമുക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല, അവസാനം മൺഡേ മോർണിംഗ് എന്തുണ്ട്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടിയുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് പോവാണ് കേട്ടോ, സമയം വരില്ലാതെ ഞാൻ കളയുന്നില്ല. ഓക്കെ, യെസ്. ഇതിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട ആ ഒരു 4 ഡേറ്റുകളാണ്. അതായത് മാർച്ച് 21 എന്ന് പറഞ്ഞ ഡേറ്റ്, അതുപോലെ ജൂൺ 21 എന്ന് പറഞ്ഞ ഡേറ്റ്, അതുപോലെ സെപ്റ്റംബർ 23 എന്ന് പറഞ്ഞ ഡേറ്റ്, ഡിസംബർ 22. ഈ ഡേറ്റുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇത് രണ്ടും ഇക്വിനോക്സസ് ആണ്, വിഷുവങ്ങൾ എന്ന് പറയുന്ന ഡേറ്റുകളാണ്. ഇതെന്താണ്, സോളിസ്റ്റൈസസ് ആണ്. ജൂൺ 21 സമ്മർ സോളിസ്റ്റൈസ് ആണ്, അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനമാണ്. ഡിസംബർ 22 വിന്റർ സോളിസ്റ്റൈസ് ആണ്, ശൈത്യ അയനാന്ത ദിനമാണ്. ഈ ഡേറ്റുകൾ നിർബന്ധമായിട്ടും പഠിക്കണം, അതിൻ്റെ പ്രത്യേകതകൾ പഠിക്കണം. യെസ്, ആ ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ ലോങ്ങസ്റ്റ് ഡേ ലോങ്ങസ്റ്റ് നൈറ്റ്, ഇത് നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ഇനി അതുപോലെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കാണേണ്ട പഠിക്കേണ്ട സംഭവമാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന് പറയുന്ന ആ ഒരു സംഭവം. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. ഈ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും കാപ്രിക്കോണിന്റെയും ഇടയിൽ, അതായത് സൂര്യന്റെ അയനം എന്ന് പറയുന്നതാണ്. സൂര്യന്റെ അയനം, ഈ സൂര്യന്റെ അയനം എന്ന് പറയുന്നത് ഉത്തരായന രേഖയുടെയും ദക്ഷിണായന രേഖയുടെയും ഇടയിൽ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും കാപ്രിക്കോണിന്റെ ഇടയിൽ സണ്ണിന്റെ മൂവ്മെന്റ് ആണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിക്കണം. അതിൽ തന്നെയാണ് എന്തുള്ളതെന്ന് അറിയോ. അപ്പോൾ നമുക്കിത് എർത്ത് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എർത്തിന്റെ ഈ സെൻറ്ററിലൂടെ പോണ ലൈനാണ് 0 ഡിഗ്രി, നമ്മുടെ ഇക്വേച്ചർ എന്ന് പറയുന്നത്. മുകളിലുള്ള ഈ വരയ്ക്കുന്ന ലൈന് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖ എന്നും, താഴെയുള്ളതിനെ നമുക്ക് ദക്ഷിണായന രേഖ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നും പറയാം. ഞാൻ അതിന് 23.5 ഡിഗ്രി നോർത്ത് എന്നും 23.5 ഡിഗ്രി സൗത്ത് എന്നും നമുക്ക് എഴുതാം. ഓക്കെ, എന്നാൽ എളുപ്പത്തിൽ പരിപാടി ഇരുന്നല്ലോ. ലിസൺ, ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നത്, അതായത് സൺ ഇങ്ങനെ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ, മുകളിലോട്ട് മീൻസ് നോർത്തിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഉത്തരായനമെന്നും, സൗത്തിലേക്കാണ് വരുന്നതെങ്കിൽ ദക്ഷിണായനമെന്നും പറയും. അപ്പോൾ നിർബന്ധമായിട്ടും അടുത്തതായിട്ട് പഠിക്കേണ്ട സംഭവം എന്താ, ദക്ഷിണായനം എന്താന്ന് പഠിക്കണം, ദക്ഷിണായനം എന്താന്ന് പഠിക്കണം, അതുപോലെ ഉത്തരായനം എന്താന്ന് പഠിക്കണം, ഉത്തരായനം. ഓക്കെ, മനസ്സിലായോ? ഇത് നിർബന്ധമായിട്ട് നോക്കി വെക്കണം, നിർബന്ധം 100%. ഇനി നമ്മൾ നോക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ കഴിഞ്ഞ മോഡൽ എക്സാമിനും ചോദിച്ചാണ്, കഴിഞ്ഞ ഫൈനൽ എക്സാമിനും ചോദിച്ചാണ്. അതുകൊണ്ട് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല സ്പ്രിങ്ങും ഓട്ടവും, സ്പ്രിങ് ആൻഡ് ഓട്ടം. ഓക്കെ, സ്പ്രിങ്ങും ഓട്ടവും നിർബന്ധമാണ്, ഇത് പഠിക്കണം. അതായത് വസന്തകാലം, ഹേമന്തകാലം ഇതെന്തായാലും പഠിച്ചിട്ട് പോകാം. ഇതേ ഉള്ളൂ നമ്മുടെ സീസൺ, ഋതുക്കൾ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ. ഇനി നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നിർബന്ധം 100% നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഒന്ന് 0 ഡിഗ്രി ഗ്രീൻവിച്ച് ലൈൻ, അതായത് നമ്മുടെ ഗ്രീൻവിച്ച് രേഖയുണ്ടല്ലോ. ഓക്കെ, അതിനെക്കുറിച്ചിട്ട്, ഗ്രീൻവിച്ച് ലൈനിനെ കുറിച്ച് ഇനിയും ചോദ്യം വരാം. അതായത് നമ്മുടെ പ്രൈം മെറിഡിയനെ കുറിച്ചിട്ട്, പ്രൈം മെറിഡിയൻ എന്ന് പറയുന്ന ഗ്രീൻവിച്ച് രേഖയെക്കുറിച്ച് ചോദ്യം വരും. അതുപോലെ നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്ന ലൈൻ, സ്റ്റാൻഡേർഡ് മെറിഡിയൻ കേട്ടിട്ടുണ്ടായിരിക്കും. മലയാളം മീഡിയത്തിൽ നമ്മൾ പറയുന്നത് അതിന് മാനക രേഖാംശം എന്നാണ്. ഇതിൽ നമ്മളോട് ചോദിക്കുക, ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ടുള്ള 82.5 ഡിഗ്രി ഈസ്റ്റിനെ കുറിച്ചോ കിഴക്കിനെ കുറിച്ചോ മാത്രമല്ല ചോദിക്കുക,
ഒരു കൺട്രിയുടെ സെൻറ്ററിലൂടെ പോകുന്ന ലൈനാണ് എന്ത് മാനകരേഖാംശം, അതായത് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കും, അത് നിർബന്ധമായിട്ടും നോക്കിയിട്ടേ പോകാവൂ. ഓക്കെ, യെസ്. അവസാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിർബന്ധമായിട്ട് കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലിസൺ, നമ്മുടെ ഐഡിയൽ ആണ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്ന് നോക്കണം. 180 ഡിഗ്രി ഇന്റർനാഷണൽ ഡേറ്റ് ലൈനെ കുറിച്ച് ഒന്ന് നോക്കുക. കൂടാതെ നമുക്ക് നോക്കേണ്ട മറ്റൊരു കാര്യമാണ് ടൈം കാൽക്കുലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ടൈം കാൽക്കുലേഷൻ്റെ കോണ്ടന്റ് വീഡിയോ വരുന്നുണ്ട്, ആ കോണ്ടന്റ് വീഡിയോ നിർബന്ധമായിട്ടൊന്ന് കാണും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 95% മാർക്ക് അല്ലെങ്കിൽ 95% റിവിഷൻ എവിടെ തീരും? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് തീരും. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ എനിവേ കൂടുതൽ വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ വൈകിട്ട് 5 മണിക്ക് ഇങ്ങോട്ട് പോരാനും ഒരു മടിയും വേണ്ട, മറക്കണ്ട. താങ്ക് യു, ബൈ, സി യു.